രാഹുൽ ഗാന്ധിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ PV അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ്. PV അൻവറിനെ കയറൂരി വിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും നിയമ നടപടി സ്വീകരിക്കുന്നത് പരിശോധിക്കുമെന്നും K മുരളീധരൻ പറഞ്ഞു. അൻവർ മാത്രമല്ല, ഇടതുപക്ഷം ഇത്രയും വൾഗറായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആദ്യമായിട്ട് ഇത് കമ്മ്യൂണിസത്തിൻ്റെ അവസാനത്തെ പോക്കാണ്. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി വൈറൽ ഫീവറും ഫുഡ് പോയ്സണും അതിനെ തുടർന്ന ഫീവറും കാരണമാണ് ഇവിടെ പരിപാടി ക്യാൻസൽ ചെയ്തത്. അത് പച്ചക്കൊടി വെച്ച് കെട്ടാനുള്ള മടി കൊണ്ട് ക്യാൻസൽ ചെയ്തു എന്ന് വരെ ഒരു മന്ത്രി പറയുകയാണ്, മുഖ്യമന്ത്രി പറയുകയാണ്. ഇത്ര അധപ്പതിക്കാൻ പാടുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ സീറ്റ് കിട്ടാൻ വേണ്ടി? അൻവറിനെ ആദ്യം തൊട്ട് തന്നെ കയറൂരി വിട്ടിട്ടുള്ളത് പിണറായി വിജയനാണ്. അതുകൊണ്ട് അൻവറിനല്ല മറുപടി കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ കയറൂരി വിടുന്ന പിണറായി വിജയനാണ് ഇതിനൊക്കെ ഉത്തരവാദി. ഇത്രയും സംസ്കാരം കെട്ട ഒരു മുഖ്യമന്ത്രിയായി പിണറായി അധപ്പതിക്കാൻ പാടില്ല. മുഖ്യമന്ത്രിയാണ് രാഹുലിനെതിരായ അധിക്ഷേപത്തിന് തുടക്കമിട്ടത് എന്ന് KC വേണുഗോപാലും ആരോപിച്ചു. ശ്രീപെരുമ്പത്തൂരിന്റെ മണ്ണിൽ പെടഞ്ഞു മരിച്ച് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന നേതാവ്, ലോകം മുഴുവൻ ആരാധിക്കുന്ന നേതാവിനെയാണ് ഒരു മാർക്സിസ്റ്റ് MLA അധിക്ഷേപിച്ചിരിക്കുന്നത്. പിണറായി വിജയനാണ് ഇതിന് സമാധാനം പറയേണ്ടത്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചത്. രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കാൻ തന്റെ അണികൾക്ക് ലൈസൻസ് കൊടുത്തത്, രാഹുൽ ഗാന്ധിയെക്കുറിച്ച് എന്തും പറഞ്ഞോളൂ എന്നുള്ള ലൈസൻസ് കൊടുത്തത് പിണറായി വിജയനാണ്. ഇതെങ്ങനെയാണ് ഒരു ജനപ്രതിനിധിയായത് ഇത്തരം ആളുകൾ എന്നുള്ളതാണ് എന്റെ സംശയം. തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാം, അതിന് മറുപടിയില്ല എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം. തേക്കിനും തെമ്മാടിക്കും എവിടെയും കിടക്കാവുന്നൊരു ചൊല്ലുണ്ട്. അതിനപ്പുറം അതിനെക്കുറിച്ച് മറുപടി പറയാൻ ഞാനില്ല. കാര്യം തേക്ക് എവിടെയും കിടന്നാൽ വെട്ടിക്കഴിഞ്ഞാൽ അകത്ത് പോവും. തെമ്മാടിയെ ആരും ചോദ്യം ചെയ്താൽ അവൻ്റെ മാനം പോവും. അതുകൊണ്ട് PV അൻവറെ പോലുള്ള ആളുകളെക്കുറിച്ച് അവർ പാസ്സാക്കുന്ന കമന്റുകളെക്കുറിച്ചൊന്നും നിങ്ങൾ ആരോടും ചോദ്യം ചോദിക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.